ഗൈസ്, അപ്പോൾ നിങ്ങൾ പല പേര് നമ്മുടെ ഷോർട്സ് കണ്ടിട്ട് വന്നതാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ VPN വേണം നമുക്ക് ആദ്യമായിട്ട്, പിന്നെ ടെലിഗ്രാം, പിന്നെ നമുക്ക് CapCut വേണം. ടെലിഗ്രാം എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ മോബൈൽ ഡോയ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഈ ഒരു മോബൈൽ വേണം. അപ്പോൾ ഞാൻ 2 ഇട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് ഏത് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് കയറിയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി സേവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സേവ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട VPN ആണ്. ഐഫോണിനാണ് ഞാൻ പ്രോട്ടോൺ VPN സജസ്റ്റ് ചെയ്യാം. പിന്നെ ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഐഫോണിലായാലും വേറെ ആപ്പുകളുണ്ട്, സൂപ്പർ VPN, കുറേ VPNകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് ചൂസ് ചെയ്യാം. അതിൽ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇനി വേണ്ടത് CapCut ആണ്. അപ്പോൾ നമുക്ക് നേരെ CapCut കയറാം. CapCut കയറിയതിനു ശേഷം ന്യൂ വീഡിയോ കൊടുക്കുക. പിന്നെ നമ്മൾ അയച്ചു നിന്ന് മറ്റേ ആ ഓവറിൽ എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കണ്ണാൻ വേണ്ടതെന്ന് വെച്ചാൽ ആ കണ്ണിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ടൈമൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ടൈമാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ആ വീഡിയോനനുസരിച്ച്. പിന്നെ നമുക്ക് ഓവറിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടുന്ന ആ വീഡിയോസിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ സ്ക്രീനിലേക്ക്. അത് കഴിഞ്ഞ് താഴെ ഇങ്ങനെ കുറച്ച് സ്ക്രോൾ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിമൂവ് ചെയ്യുന്നത്. അതിൽ കയറി ക്രോമാക്കി കൊടുക്കുക. എന്നിട്ട് ആ കളർ നമുക്ക് പച്ച സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ നടുവിലത്തെ സാധനം പോകുന്നതായിരിക്കും. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റും. ഇത് കണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോൾ ടൈം കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് ഞാൻ നൈസായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ ബാക്കിലുള്ള കണ്ണ് ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ച കളർ പിന്നെയും കണ്ട. അപ്പോൾ നേരെ സൈഡിലേക്ക് പോവുക. എന്നിട്ട് നേരത്തെ എടുത്ത പോലെ മറ്റേ റിമൂവ് ചെയ്ത് ഒന്നുകൂടി എടുക്കുക. ക്രോമാക്കി കൊടുക്കുക. അറിയേണ്ട ഓട്ടോ അടിച്ചു. അപ്പോൾ ക്രോമാക്കി ഒന്നുകൂടി എടുക്കുക. ക്രോമാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ സാധനം കൊണ്ട് ഏറ്റവും എഡ്ജ് ഭാഗത്തൊരു പച്ച കളർ ഉണ്ടാവും. ആ സാധനം കൊണ്ട് വെച്ചാൽ ഫുള്ളായിട്ട് റിമൂവ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ട് റിമൂവ് ആയിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സാധനം ഇത്ര ചെയ്തതിന് ശേഷം ഇനി നമുക്കൊന്നുമില്ല. ഇനി നൈസായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നമുക്ക് നൈസായിട്ട് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നൈസായിട്ട് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് നേരെ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ എടുക്കുക. അടുത്ത പുതിയ പ്രൊജക്ട് തുടങ്ങിയിട്ട് അതിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇറങ്ങി തന്നെ വേണമെന്ന് ഇടാൻ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം. ഗെയിം പ്ലെയർ ഇടയിലൊന്നും അങ്ങനെ ഇടാം. ഞാൻ ഇങ്ങനെ തൽക്കാലം ചെയ്യണം. അപ്പോൾ ഒരു അനിമേഷൻ ഞാൻ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അനിമേഷൻ അത്യാവശ്യം ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ആദ്യം തന്നെ നമുക്ക് പാട്ട് ഒന്ന് ആഡ് ചെയ്യണം. പാട്ടപ്പോൾ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നോക്കാന്നുണ്ടെങ്കിൽ പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലെ ബയോയിൽ ഉണ്ടാവും. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ബയോയിൽ കൊടുക്കുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഓവർലൈസും പിന്നെ ഈ ഒരു പാട്ടൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം പാട്ടൊക്കെ നമ്മൾ നൈസായിട്ട് ഇട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുന്നത് വെച്ചാൽ ഈ ലാസ്റ്റ് ഒരു ഭാഗം നമുക്കൊന്ന് ഫ്രീസ് ചെയ്യണം. ആദ്യം നമ്മൾ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് വന്നു. ഈ ഒരു വീഡിയോ അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇതിൽ കുറച്ചും കൂടി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വെറുതെ നിൽക്കണമൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ലാസ്റ്റ് ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിയുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്യാം. ഈ ഒരു തിരിഞ്ഞിരിക്കുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഫ്രീസ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗം ബാക്കിയുള്ള ഭാഗം പിന്നിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഫ്രീസ് ആയി നിൽക്കേണ്ട ഈ സംഭവം. ഇപ്പൊ ഈ തിരിഞ്ഞ് നിൽക്കുന്ന ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കുറച്ചും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആ പാട്ടിന്റെ എഡ്ജ് വരെ കൊണ്ടുപോകാം. അറ്റം വരെയുള്ള നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് ഈ സംഭവം ഇപ്പൊ അത്യാവശ്യം ലെങ്ത് ആയിട്ട് അതിനനുസരിച്ച് ഇനി പാട്ട് കേട്ടോക്കാം. പാട്ട് കേട്ടോയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റേ ആക്കോങ്കി ആ സംഭവം വരുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞിരിക്കണ രീതിയിൽ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ചൊക്കെ സെറ്റ് ആയിട്ട് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങാണ്ട്. അപ്പൊ കുറച്ചുകൂടി ഞാൻ നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ പാട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ പാട്ടൊക്കെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. പാട്ടൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കണ്ണിന്റെ ഓവറിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഓവറിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് ക്രോപ്പ് ചെയ്ത് കളയാൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അറ്റത്ത് നമുക്ക് ആ CapCutന്റെ ഈ ലോഗോ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പ്രീമിയം എടുത്തിട്ടില്ല. പിന്നെ VPN ഇട്ടാണ് എനിക്ക് അറിഞ്ഞോടെ സെറ്റ് ആയില്ല. അപ്പൊ ലോഗോ വരുന്നുണ്ട്. ഈ ലോഗോ നൈസായിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ക്രോപ്പ് ചെയ്ത് കളയാൻ സീനില്ല. നമുക്ക് ഈ ആ ഫസ്റ്റ് നടുഭാഗം മാത്രം മതി. അപ്പൊ ബാക്കി ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നേരത്തെ കണ്ട പോലെ റിമൂവ് എടുക്കുക. റിമൂവ് എടുത്ത് ക്രോമാക്കി എടുത്തിട്ട് ഈ സാധനം നേരെ നീക്കിക്കൊണ്ട് ആ ബ്ലൂ കൊടുക്കുക. അപ്പൊ തന്നെ ഫുള്ള് പോവും. അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ സംഭവം വന്നിട്ട് നമ്മൾ തിരിഞ്ഞിരിക്കണ പോലെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലത്തേക്ക് വെക്കുക. ഒന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാണ് രീതിക്ക് വെക്കുക. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ കാണുമ്പോൾ അതേപോലെ സെറ്റാക്കി വെക്കുക. ഇത് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നൈസായിട്ട് അതൊന്ന് ഫ്രീസ് ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. അറ്റം കൊണ്ട് ഫ്രീസ് കൊടുക്കുക. ഫ്രീസ് കൊടുത്ത് കഴിയുമ്പോൾ അതൊന്നുകൂടി ക്ലിപ്പ് വരും. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് തന്നെ ആദ്യം തൊട്ട് വന്നുകൊണ്ടിരിക്കുക. ഫ്രീസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കാം മാക്സിമം. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അറ്റം വരെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഈ അറ്റത്ത് നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പാട്ടിന്റെ അവിടെ നിന്ന് കുറച്ച് ഭാഗം BGM ആയിട്ട് വെറുതെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഭാഗം ഞാൻ ബാക്കിയുള്ള ഭാഗം ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് ആ ബ്ലാക്ക് വരുന്ന സാധനം ഡിലീറ്റ് ചെയ്തു. അപ്പൊ പാട്ടിന്റെ ഇപ്പൊ ഏകദേശം നമുക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാട്ടിന്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് വന്ന് വീഡിയോ നോക്കാം. അപ്പൊ വീഡിയോ ഏകദേശം സെറ്റ് ആയിട്ട് ഇവിടെ വരെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അവിടെ ടെക്സ്റ്റ് ചെയ്യാൻ മുമ്പ് നമുക്ക് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വല്ലതും നോക്കാം. ആ എടുത്തപ്പോൾ നമുക്ക് വരുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ VPN കയറിയിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ വരാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് CapCut ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തിട്ട് കയറിയാൽ മതി. അപ്പൊ സീനില്ല. അപ്പൊ നമ്മൾ VPN ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ട്. കാനഡയൊക്കെ കണക്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം സെറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി നമുക്ക് VPN ബാക്ക് അടിച്ച് നേരെ CapCut വരെ പോകാം. അപ്പൊ CapCut വന്നിട്ടുണ്ട്. CapCut വന്നാൽ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ വീഡിയോയിൽ ഒന്നുകൂടി കയറാം. വീഡിയോയിൽ ഒന്നുകൂടി കയറി കഴിഞ്ഞാൽ
നമുക്കിവിടെ ഈ സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കയറിയിട്ട് ഫിൽറ്ററിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2-3 കുറച്ച് ഫിൽറ്റേഴ്സ് വരും. അതിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ക്വാളിറ്റി 1 അല്ല, ക്വാളിറ്റി റീസ്റ്റോറേഷൻ രണ്ടാമത് എടുക്കണം. ആ സാധനം ഒന്നിട്ടാൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല രീതിക്ക് ക്വാളിറ്റി നമുക്ക് റീസ്റ്റോർ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഫിൽറ്ററിന് വേണ്ടിയിട്ട് ഈ 2 ഫിൽറ്റേഴ്സാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ വീഡിയോസിൽ എല്ലാത്തിനും യൂസ് ചെയ്യാറ്. അപ്പോൾ അടുത്ത ഫിൽറ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം ഞാൻ അവിടെ സേവ് വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് സുഖമായിട്ട് മറ്റേ 8K സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫിൽറ്റർ വരുന്നതായിരിക്കും. അപ്പോൾ നൈസായിട്ട് ഇവിടെ വന്നാൽ 8K സെർച്ച് ചെയ്യുക. 8K സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ ഫിൽറ്റർ വരും. ഫസ്റ്റ് എന്തെങ്കിലും ഫിൽറ്റർ ആകുമ്പോൾ നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിക്കാണ്, നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ടാവും. നല്ല രീതിക്ക് നമ്മുടെ ക്വാളിറ്റി കൂടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ക്വാളിറ്റി കൂട്ടുന്നുണ്ടെങ്കിൽ തന്നെ വിങ്ക് തന്നെ ആപ്പ് ഉണ്ട്. വിങ്കി കയറിയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് HD UHD അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ വേറെ വോയിസ് വരുന്നുണ്ട്. ആ വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അത് വെച്ച് ബോളിൽ ഞെക്കുക. ബോളിൽ ഞെക്കി കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ വോയിസ് മൊത്തം പോകുന്നതായിരിക്കും. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പ്രോസസ്സിലെത്തി. അപ്പോൾ നമുക്ക് ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരെ ടെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലൈൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോണ്ട് നോക്കാം. ഫോണ്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ കൊടുക്കാം. അതിന് മുമ്പ് സ്റ്റൈൽ നമുക്കൊന്ന് കൊടുക്കാം. സ്റ്റൈൽ ഒന്നാമത്തെ അല്ല, ഒരു 3-ാമത്തെ 4-ാമത്തെ ഇട്ടെന്ന് നല്ല രീതിക്ക് ഇങ്ങനെ നമുക്ക് വേറിട്ട് നിൽക്കും. ഇങ്ങനെ കാണാൻ രസം ഉണ്ടായിരിക്കും. അറ്റത്തൊരു ബ്ലാക്ക് ബോർഡർ വരും. അപ്പോൾ ആ സാധനം ഇടാം. ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നല്ല ഫോണ്ടുകളുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ ഇതൊക്കെയാണ്. ഈ ലെറ്റർ ബ്രഷ്, പിന്നെ എപ്പിഫനി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഫോണ്ടൊക്കെയാണ്. ഈ സംഭവങ്ങൾ അത്യാവശ്യം കൊള്ളാം. ഈ വീഡിയോക്കൊക്കെ സൂട്ടാണ്, മിക്ക വീഡിയോക്കും സൂട്ടാവുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ അതാണ് മിക്കതും യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പിന്നെ എഫക്റ്റ് അനിമേഷൻ എല്ലാം സംഭവമുണ്ട്. പിന്നെ അനിമേഷൻ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് അത്യാവശ്യം നല്ലത്. പിന്നെ വേറെ സംഭവങ്ങൾ വൈപ്പോട്ട്, ടൈപ്പ് റൈറ്റർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് അവിടെ സെക്കൻഡ്സ് കാണാൻ പറ്റും. സെക്കൻഡ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വയ്ക്കുക. ആ പാട്ടിനനുസരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 2.3, 2.4 ഒക്കെ വെച്ചാൽ ഏകദേശം സെറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എഫക്ട്സ് സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ അവിടെ പ്രീസെറ്റ് ഉണ്ട്. പ്രീസെറ്റ് കൊടുക്കാം. ഞാൻ അപ്പോൾ തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരെ ടെംപ്ലേറ്റ് പോകുന്ന ടെംപ്ലേറ്റിൽ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് എടുക്കണ്ടാവും. നിങ്ങൾക്ക് ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഫോണ്ട് മാത്രം കൊടുക്കണല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒരു ഫോണ്ടിൽ ഒരു വാക്ക് മാത്രം കളർ മാറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് പോയിട്ട് കളർ മാറ്റാം. ഇപ്പം ഞാൻ തൽക്കാലം ഈ ഒരു സാധനത്തിൻ്റെ കളർ മാത്രം മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അത് മാത്രം കളർ മാറി, ബൈക്കൊക്കെ വൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല രസമായിരിക്കും, കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ റോഡ് ടു 100K ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപയോഗപ്രദമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബൈ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.